നമുക്കിന്നൊരു വീക്കെൻഡ് ഔട്ടിങ്ങിന് വേണ്ടി പോയാലോ? പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലുള്ള മോസിയുടെയും മാക്സിൻ്റെ ഒക്കെ അടുത്ത് വരുന്ന നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ മിക്കപ്പോഴും എല്ലാ വീക്കെൻഡും ഇവിടെ വരാറുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയൊക്കെ ഒരുമിച്ച് മേടിച്ചുകൊണ്ട് പോകും. പച്ചക്കറി മാത്രമല്ല, എല്ലാ സാധനങ്ങളും നമുക്ക് ഒരുമിച്ച് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഫുൾ AC ആയതുകൊണ്ട് ഈ ചൂടുകാലത്ത് കുഞ്ഞിനെയും കൊണ്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് കേട്ടോ. വലിയ വാശിയൊന്നും ഇല്ലാതിരുന്നോളും, ട്രോളിയിൽ ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടന്നാൽ മതി. ഇവിടെ ഫൈറ്ററൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരിക്കൽ ഈ ഫൈറ്ററിനെ മേടിച്ചുകൊണ്ട് പോയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അവിടെ ബോർവെല്ലത്തെ വെള്ളമായതുകൊണ്ട് കുറച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ചത്തുപോയി. പിന്നെ നമ്മൾ പച്ചക്കറിയെല്ലാം നോക്കി ആവശ്യത്തിനുള്ള ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയെല്ലാം നമ്മൾ നോക്കി എടുക്കാറുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുന്നുണ്ട്. കുറേ ഫ്രൂട്ട്സും അതൊക്കെ നോക്കിയെടുത്തു. ഇവിടെയും നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ട് കേട്ടോ. വാട്ടർമെലനും കുക്കുംബറും ടെൻഡർ കോക്കനട്ട് ആപ്പിൾ അങ്ങനത്തെ പല ഷേക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ഫ്രഷ് ജ്യൂസ് ആയതുകൊണ്ട് കുഞ്ഞിനൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. 3-4 വരുമ്പോൾ എടുത്തിട്ട് പോകും. പിന്നെ പുട്ടുപൊടി, നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്യുക. കിച്ചന് ഭയങ്കര ഇഷ്ടമായിട്ടോ ട്രോളിയിലിരുന്ന് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കേക്ക്, ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ കേക്ക്. വില കുറവാണ്. 109 രൂപ, 130 രൂപ, 129 രൂപയ്ക്കൊക്കെ കേക്ക് ഉണ്ടാവും. നല്ല കേക്കാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ വരുമ്പോഴൊക്കെ മേടിച്ചിട്ട് പോകാറുണ്ട്. മറ്റ് ബേക്കറികളെക്കാട്ടിലും കൂടുതൽ ഇത് എല്ലാം ഇത് കുഴപ്പമാണ്, ഷുഗറുള്ള കാരണം. എന്നാലും നമ്മൾ ഇതൊക്കെ മേടിച്ചിട്ട് പോകാറുണ്ട്. കിച്ചുവിന് ഡോണറ്റ് മേടിച്ചു കൊടുത്തു. പിന്നെ അവന് ഇഷ്ടമാണ്, ചെറിയ മിനി ചിക്കൻ പിസ്സ കിട്ടിയായിരുന്നു, അപ്പോൾ അത് കൊടുത്തു. പിന്നെ നമ്മളൊരു ബീഫിൻ്റെ റോള് മേടിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റായിട്ട് നമ്മൾ അവിടുന്ന് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് നെസ്റ്റോ ഫാഷനിലേക്കാണ്. അവിടെ കുറേ ഡ്രസ്സൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ടോയ്സും എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ കിഡ്സിൻ്റെ പിയാനോ കീബോർഡ് ഉണ്ടായിരുന്നു. കിച്ചു അത് കുറച്ച് നേരം വായിച്ച് നോക്കുന്നുണ്ടായിരുന്നേ. കുറേ നേരം പിയാനോയിൽ കുത്തിക്കളിച്ച് കഴിഞ്ഞപ്പോൾ കിച്ചു ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അതിനിടയിൽ അവൻ ചെറുതായിട്ടൊന്ന് ഓടിക്കളിച്ചപ്പോൾ സ്ലിപ്പായിട്ട് വീണു. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അതാണ് ഞാൻ എടുത്തുകൊണ്ട് കിടക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പം തന്നെ അവൻ പിന്നെയും ചാർജായി കേട്ടോ. പിന്നെ ഈ ടിപ്പറിലായിരുന്നു കളി. അത് കഴിഞ്ഞ് ഡ്രസ്സ് നോക്കി, ഡ്രസ്സ് എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു തൊപ്പി കണ്ടു, ആ തൊപ്പി ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞൊരു JCBക്ക് വേണ്ടി വാശി പിടിച്ച് JCB ഒക്കെ നമ്മൾ മേടിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കുറേ നേരം ഡ്രസ്സൊക്കെ നോക്കി. അവർ വേറെ വഴിക്ക് പോയി, വേറെ എന്തൊക്കെയോ നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ കുറേ നേരം ഒറ്റയ്ക്ക് കുറേ വീഡിയോ എടുത്തു. പിന്നെ കുറേ ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കി. ഇതാണ് കേട്ടോ JCB. അങ്ങനെ നമ്മൾ JCB ഒക്കെ മേടിച്ച് നമ്മുടെ ഇന്നത്തെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മളൊരു ഫുൾ ഗ്രിൽഡ് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കാൻ നിന്നില്ല. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞിനൊക്കെ കൊടുത്ത് സമാധാനത്തിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.